മുറിവുകൾ ഉണങ്ങാൻ വൈകിയാൽ അത് ഡയബറ്റിസിന്റെ ലക്ഷണമാവാന്ന് പലർക്കും അറിയാം. എന്നാൽ വൂണ്ട് ഹീലിംഗ് എന്നുള്ള പ്രോസസ്സ് അധികമായാൽ അതും ഒരു രോഗത്തിന്റെ ലക്ഷണമാണെന്ന് എത്ര പേർക്ക് അറിയാം? സാധാരണ ഒരു മുറിവ് ഉണ്ടാവുന്ന സമയത്ത് സ്കിന്നിൽ ഒരു ഗ്യാപ്പ് വരികയാണ്. ആ ഗ്യാപ്പ് നമ്മളുടെ ബോഡി കൊളാജൻ എന്ന് പറഞ്ഞ ഫൈബേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് അത് ഫിൽ ചെയ്ത് സ്കിൻ ലെവലിൽ എത്തുന്ന സമയത്ത് ആ പ്രോസസ്സ് നിൽക്കുകയും അവിടെ ഒരു മുറിവ് ഉണങ്ങുകയും ഒരു കല ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയാണ് യൂഷ്വൽ വൂണ്ട് ഹീലിംഗ് ഉണ്ടാവുന്നത്. പക്ഷേ കിലോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനിൽ ബോഡിക്ക് ഈ കൊളാജൻ ഫൈബേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് സ്കിൻ ലെവലിൽ എത്തി എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതാവും. അപ്പൊ അത് വീണ്ടും വീണ്ടും അതിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ ഒരു മുറിവിന് പകരം ഒരു കലയ്ക്ക് പകരമായിട്ട് ഒരു തടിപ്പായിട്ട് മാറുന്നു. ചെറിയൊരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാലും പക്ഷെ അതിന്റെ കല ഉണങ്ങി വരുന്ന സമയത്തേക്ക് ആ മുറിവിനെക്കാട്ടിലും വലിയ സൈസിലും നല്ല കട്ടിയിലും ഉള്ള ഒരു തടിപ്പായിട്ട് മാറുന്നു. ജനറലി ഷോൾഡേഴ്സിന്റെ ഭാഗത്ത് നെഞ്ചിന്റെ ഭാഗത്തും ഒക്കെയുള്ള ഏരിയയിലുള്ള മുറിവുകൾക്കാണ് ഇങ്ങനെ സംഭവിക്കാറ്. ഇയർലോബും അതേപോലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ്. ഈവൻ മുഖക്കുരുവിന്റെ ചെറിയ കലകൾ, അതായത് മുഖക്കുരു പഴുത്ത് പൊട്ടിയിട്ടുള്ള കലകൾ പോലും വലിയ തടിപ്പുകളായിട്ട് ഈ ഒരു കണ്ടീഷനിൽ മാറാറുണ്ട്. ഈ കണ്ടീഷന്റെ പേരാണ് കിലോയിഡ്സ് എന്ന് പറയുന്നത്. സ്കിൻ ഡിസീസസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് സ്കിൻ സ്റ്റോറീസ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്